ഒരു പായ്മരത്തിലേക്ക് ഒരു ഫാൻ ചൂണ്ടിയാൽ ഒരു ബോട്ടിനെ മുന്നോട്ട് നീക്കാൻ കഴിയുമെന്ന് അവർ പറയുന്നു. പക്ഷേ ന്യൂട്ടൺ അതിനോട് യോജിക്കുമായിരുന്നു. അതറിയാൻ അവർ ചെറിയ രീതിയിൽ തുടങ്ങി. കാരി ഒരു ചെറിയ ഫാൻ ഒരു കളിപ്പാട്ടക്കാറിൽ ഘടിപ്പിച്ചു. ഒരു പായ്മരം ഇല്ലാതെ ഫാൻ ഓൺ ചെയ്തപ്പോൾ കാർ മുന്നോട്ട് നീങ്ങി. എന്നാൽ പായ്മരം ഘടിപ്പിച്ചപ്പോൾ കാർ നിശ്ചലമായി നിന്നു. അത് ശുദ്ധമായ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ്. ഫാൻ കാറിനെ മുന്നോട്ട് തള്ളുന്നു. എന്നാൽ അതേസമയം തുല്യവും വിപരീതവുമായ ഒരു ബലം ഉപയോഗിച്ച് അത് പിന്നോട്ട് തള്ളുന്നു. ഇത് ചലനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ രസകരമാകാൻ പോകുകയായിരുന്നു. ഗ്രാൻഡ് ഫാനിന്റെ പവർ വർദ്ധിപ്പിക്കുകയും വലിയ പായ്മരത്തിന് പകരം ഒരു ചെറിയ പായ്മരം വയ്ക്കുകയും ചെയ്തു. ഫാൻ വേഗത്തിൽ കറങ്ങിയപ്പോൾ കാർ യഥാർത്ഥത്തിൽ പിന്നോട്ട് നീങ്ങാൻ തുടങ്ങി. അതിനാൽ അവർ വീണ്ടും ശ്രമിച്ചു. ഇത്തവണ ഒരു വലിയ പായ്മരം ഉപയോഗിച്ചു. ഒടുവിൽ ചെറിയ കാർ മുന്നോട്ട് നീങ്ങി. ഇനി വലുതായി പരീക്ഷിക്കാനുള്ള സമയമായിരുന്നു. 40 കുതിരശക്തിയുള്ളതും 500 പൗണ്ട് ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളതുമായ ഒരു ബിൽറ്റ് ഇൻ ഫാൻ ഘടിപ്പിച്ച ഒരു ബോട്ട് അവർക്ക് ലഭിച്ചു. ഒരു അലുമിനിയം പായ്മരത്തിൽ അവരൊരു പായ്മരം ഘടിപ്പിക്കുകയും തികച്ചും ശാന്തമായ ഒരു തടാകത്തിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്തു. ആദ്യ പരീക്ഷണം പായ്മരമില്ല, ഫാൻ മാത്രം ഓടിച്ചപ്പോൾ ബോട്ട് 20 മൈൽ വേഗതയിലെത്തി. അതിനുശേഷം അവർ പായ്മരം ഉയർത്തുകയും ഫാൻ അതിലേക്ക് നേരെ ചൂണ്ടുകയും ചെയ്തു. ആദ്യ ശ്രമത്തിൽ ബോട്ട് വട്ടം കറങ്ങുകയും നിയന്ത്രണം വിട്ടുപോവുകയും ചെയ്തു. കുറച്ചു മാറ്റങ്ങൾക്ക് ശേഷം അവർക്ക് അതിനെ സ്ഥിരമായി നിർത്താൻ കഴിഞ്ഞു. ഫാൻ പായ്മരത്തിലേക്ക് ശക്തമായി അടിച്ചപ്പോൾ ബോട്ട് പതുക്കെയാണെങ്കിലും സംശയലേശമന്യേ മുന്നോട്ടു നീങ്ങി. അതിനാൽ അതെ, ഒരു ഫാനിന് ഒരു പായ്മരത്തെ തള്ളാനും ഒരു ബോട്ടിനെ മുന്നോട്ട് നീക്കാനും കഴിയും. എന്നാൽ ഇതാ യഥാർത്ഥ ചോദ്യം. അത് യഥാർത്ഥത്തിൽ ഭൗതികശാസ്ത്ര നിയമങ്ങളിൽ ലംഘിക്കുന്നുണ്ടോ?